السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. كلما ذكرك الذاكرون وغفل عن ذكرك الغافلون، وكلما أحبك المحبون وأبغضك المبغضون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن، خلق الإنسان علمه البيان. الشمس والقمر بحسبان، والنجم والشجر يسجدان، والسماء رفعها ووضع الميزان، ألا تطغوا في الميزان، وأقيموا الوزن بالقسط ولا تخسروا الميزان. والأرض وضعها للأنام، فيها فاكهة والنخل ذات الأكمام، والحب ذو العصف والريحان. فبأي آلاء ربكما تكذبان؟ لا بشيء من نعمك ربنا نكذب فلك الحمد. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. محكمات فما يبقين من شبه
لذي شقاق وما يبغين من حكمه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد. ആദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട ഡോക്ടർ സാഹിബ്, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി വളരെ ജിജ്ഞാസയോടെ ഈ വേദിയിലെത്തിപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ അനുഗ്രഹ വർഷങ്ങളുടെ പെരുമഴയായ സൂറത്തു റഹ്മാനിൻ്റെ വചനങ്ങളിലൂടെ നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കാരുണ്യമാണ് ഇതിൽ വിളിച്ചോതുന്നതെന്ന് അറിയിച്ചുകൊണ്ട് ഒന്നാമത്തെ ശബ്ദം തന്നെ റഹ്മാൻ. ലോകത്തു മറ്റൊരാൾക്കും പങ്കുവെക്കാൻ കഴിയാത്ത അതിഗംഭീരമായ ഒരു നാമം. അല്ലാഹ് എന്ന പടച്ചറബിൻ്റെ അതിമഹത്തായ നാമം ഒരാൾക്കും ലോകത്തു മറ്റൊരാൾക്ക് വെക്കാൻ പാടില്ല. ഇന്നേ വരെ മത്സര ബുദ്ധിയാ പോലും അങ്ങനെ ഒരു നാമകരണം ചെയ്യപ്പെട്ടിട്ടുമില്ല. അതുപോലെ തന്നെ അർ-റഹ്മാൻ എന്ന ശബ്ദം മത്സരബുദ്ധിയാ ചിലരൊക്കെ നാമകരണം നൽകപ്പെട്ടിരുന്നു. മുസൈലിമത്തുൽ കദാബിനെ കുറിച്ച് റഹ്മാനുൽ യമാമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയും അള്ളാഹുവിന് മാത്രമേ റഹ്മാൻ എന്ന പേര് വിളിക്കാവൂ എന്ന് പ്രത്യേകം പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതേ രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെ എടുത്തു കാണിക്കുന്ന റഹീം എന്ന ശബ്ദം, അത് സൃഷ്ടികളെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം. എന്നാൽ അള്ളാഹുവിനെ പോലെ റഹീമാണെന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലും അങ്ങനെ ആ നാമം മറ്റുള്ളവർക്കും അള്ളാഹു വകവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരെ വകവെച്ച് കൊടുക്കാത്ത രണ്ട് ശബ്ദങ്ങളാണ് അല്ലാഹ്, റഹ്മാൻ എന്ന ശബ്ദം. അതേക്കുറിച്ചുള്ള ഒരു വിശാലമായ വ്യാഖ്യാനത്തിലേക്കും റഹ്മാനിൻ്റെ കാരുണ്യവാനായ തമ്പുരാന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ കരുണാമയ ചിത്രങ്ങളിലേക്ക് കടന്നു വരാനൊന്നും യഥാർത്ഥത്തിൽ ഈ വേദിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കടന്നു വരേണ്ടതായിരുന്നു. അങ്ങനെ വിശാലമായ ഒരു ചർച്ച ചെയ്യുമ്പോഴേക്ക് നാം ഇവിടെ തർത്തീബാക്കിയ ഒരു പ്രത്യേക ഓർഡറിൽ 5 തലക്കെട്ടിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് അതു സംബന്ധമായ ചർച്ചയിലേക്ക് ഒരിക്കലും കടന്നു വരില്ല എന്ന ആ ഒരു ഭീതിയുള്ളതുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു ഭയമുള്ളതുകൊണ്ട് അതിൽ വിശാലമായ ഒരു ചർച്ചയിലേക്ക് കടന്നു വരുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് ഈ വരുന്ന റമദാനിന്
അസ്മാഉൽ ഹുസ്ന ദശദിന ഖുർആൻ പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് നാമങ്ങളെക്കുറിച്ചുള്ള വിപുലമായ ചർച്ചകൾ നടക്കും. ഏതൊക്കെ നാമങ്ങളാണ് സൃഷ്ടികൾക്ക് പറയാൻ പറ്റുന്നത്, പറ്റാത്തത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഈ ഓരോ ഉത്കൃഷ്ടമായ നാമങ്ങളും പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു ചർച്ച ഈ വരുന്ന പരിശുദ്ധ റമദാനിന് നടത്താൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതും നിങ്ങളിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് എത്തിപ്പെടുമെന്ന് ആമുഖമായി നിങ്ങളോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് റഹ്മാൻ എന്ന ശബ്ദത്തോട് കൂടെ അല്ലാഹു ഒരിക്കലും നിങ്ങൾക്ക് വർണ്ണിക്കാനാവാത്ത, പറഞ്ഞോ എഴുതിയോ തീർക്കാൻ കഴിയാത്ത അതിവിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണെന്ന് സൂചിപ്പിക്കുന്ന അർ-റഹ്മാൻ എന്ന പദം കൊണ്ടാണ്, ആ ശബ്ദം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വചനം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയാണ്. അനുഗ്രഹങ്ങൾ ഇങ്ങനെ അടിക്കടിയായി എണ്ണിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ഉല്ലസിക്കുന്ന മനുഷ്യനോട്, മനുഷ്യഭൂതവർഗങ്ങളോട് അള്ളാഹു ഇടയ്ക്കിടെ അവന്റെ മനസ്സിനെ കുത്തിനോവിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ തട്ടിയുണർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ല ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഓ ജിന്ന് ഇൻസ് വർഗമേ, മനുഷ്യഭൂതവർഗമേ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന ഇതുപോലെയുള്ള നൂറുകണക്കിന് അനുഗ്രഹങ്ങളിൽ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ അവൻ്റേതല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുക? ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? നന്ദികേട് കാണിക്കാൻ തയ്യാറുള്ളതേതിനോടാണ്? അള്ളാഹുവിൻ്റേതല്ലെന്ന് നിഷേധിക്കാൻ തയ്യാറുള്ളതേതിനോടാണ്? അള്ളാഹു ഇടയ്ക്കിടെ മനുഷ്യന്റെ മനസ്സിനെ തട്ടിയുണർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതെ, ഒരു തവണയല്ല, രണ്ടു തവണയല്ല, 3 or 10 തവണയല്ല, ഈ വിശുദ്ധ സൂറയിൽ അല്ലാഹു ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 31 തവണയാണ്. 31 തവണ അല്ലാഹു ശരവർഷം പോലെ മനസ്സിലേക്ക് പാഞ്ഞു കയറുന്ന ഈ ചോദ്യം അല്ലാഹു നടത്തി. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏതൊരാളെയും തട്ടിയുണർത്തുന്ന, എത്ര തന്നെ ഉറക്കം നടിക്കുന്നവനെയും വിളിച്ചുണർത്തുന്ന അതിഗംഭീരമായ വചനങ്ങൾ, ഈ സമഗ്രമായ വചനങ്ങളുടെ മുമ്പിൽ, ഈ അക്ഷരവിസ്മയങ്ങളുടെ മുമ്പിൽ നാം അന്തിച്ചു നിൽക്കും. ഇൻഷാ അല്ലാഹ് 5 ദിനത്തെ പ്രഭാഷണം കഴിയുമ്പോൾ നാം അന്തിച്ചു നിൽക്കേണ്ടി വരും. അള്ളാഹു അനുഗ്രഹങ്ങളായി പരിചയപ്പെടുത്തുന്നത്, നരകമൊക്കെ അനുഗ്രഹങ്ങളായി പരിചയപ്പെടുത്തുന്നത് കാണാം. നരകം പരാമർശിച്ചിട്ട് അല്ലാഹു ചോദിക്കുക, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നരകശിക്ഷ, കത്തിയെരിയുന്ന നരകാഗ്നി, ഇതെങ്ങനെയാണ് അനുഗ്രഹമാകുന്നത്? ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ഉത്തരം അത് പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഒരൊറ്റ ഒന്നുപോലും അനുഗ്രഹമല്ലാതെ ഈ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തുടക്കം തന്നെ അർ-റഹ്മാൻ. ഈ ചോദ്യത്തോട് പ്രതികരണശേഷിയുള്ളവരായിരിക്കണം നമ്മൾ. അള്ളാഹുവിൻ്റെ ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടിമുടക്കം പോലെ വീഴണം. അതിനോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കിടന്ന് കൊച്ചായി പ്രതികരിക്കണം. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇല്ല രക്ഷിതാവേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹം കൊണ്ട് പോലും, ഒരു തുണ്ടനുഗ്രഹം പോലും ഞങ്ങൾ നിഷേധിക്കാൻ തയ്യാറല്ല. ഫലകൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും. ഈ ഓരോ വചനം കേൾക്കുമ്പോഴും പറയൽ സുന്നത്തുണ്ട് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു, ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി സ്വഹാബാ കിറാമിന് ഓതിക്കൊടുത്തപ്പോൾ അവിടുന്ന് സ്വഹാബാ കിറാം വേണ്ടത്ര
ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ട്, കാരണം മനസ്സിലാകുമ്പോഴല്ലേ പ്രതികരിക്കുക. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ? ഞാനിത് ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത രാത്രിയില്, ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത സംഭവം സൂറത്തുൽ ജിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ക്ലാസ് എടുത്തത് പറയുന്നുണ്ട്. ഞാൻ ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത രാത്രിയില് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തപ്പോൾ വഹും അഹ്സനു റദ്ദം മിൻകും, നിങ്ങളെക്കാൾ എത്ര നല്ല പ്രതികരണമായിരുന്നു അവരുടെ പ്രതികരണം. വഹും അഹ്സനു മിൻകും റദ്ദ, നിങ്ങളെക്കാൾ പ്രതികരണത്തിൽ ഒരു പടി മുമ്പിലാണ് അവര്. നന്നായി പ്രതികരിച്ചു അവർ. ഞാൻ ഓരോ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ പറയുമ്പോഴും അവരൊരേ നാക്കുകൊണ്ട് ഞാൻ ആ വചനമങ്ങ് എൻ്റെ വായിൽ നിന്ന് മുറിയുമ്പോഴേക്ക് അവരൊരേ നാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് ഇനി കഴിയുന്നത് വരെ ഇത് ചൊല്ലണം. ഞാൻ ഈ വചനങ്ങൾ ഓതുമ്പം നിങ്ങൾ ആ കൂട്ടത്തിൽ മനസ്സറിഞ്ഞു പറയണം, മനസ്സിൽ തട്ടി പറയണം. പറയാൻ നമുക്ക് തോന്നും ഇന്നത്തെ വിഷയങ്ങളിലൊന്നും അത്ര ഗൗരവമായ, എന്നാൽ ഇനി കടന്നു വരാൻ പോകുന്ന കുറ്റവാളികളുടെ സങ്കേതമൊക്കെ വല്ലാത്ത കടുപ്പമുള്ള വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവതരിപ്പിക്കണം. ഭക്തന്മാരുടെ പറുദീസ, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നമ്മൾ സ്വമേധയാ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകും, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇത് എല്ലാവരും കുറിച്ചു വെച്ച് കാണാതെ പഠിച്ച് ഓരോ വചനത്തോടും നിങ്ങളിത് പ്രതികരിക്കണമെന്ന് കൂട്ടത്തിൽ ഞാൻ ഉണർത്തുകയാണ്. വളരെ പതുക്കെ ഞാനൊന്ന് പറയാം പഠിക്കാൻ വേണ്ടിയിട്ട്. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നതുവരെ ഇന്ന് നമ്മളത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. 31-ൽ 1 മാത്രമാണ് ഇന്ന് നമ്മുടെ ഇവിടെ പാരായണം ചെയ്തത്. ഇനി 30 എണ്ണം വരാനിരിക്കുന്നു. അതിനൊക്കെ നമുക്ക് നല്ല മനസ്സോടുകൂടി ഈ പ്രതികരണം അല്ലാഹുവിനോട് നമുക്ക് പ്രതികരിക്കണം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ആദ്യം ഓതി വെച്ച ഭാഗം വരെ ഒന്നൊന്ന് നേരെ അതിൻ്റെ അർത്ഥതലം ഒന്ന് പറയാൻ, എന്നിട്ട് വ്യാഖ്യാന തലത്തിലേക്ക് കടന്നു വരാം. അർ-റഹ്മാൻ, കയ്യും കണക്കുമില്ലാതെ അനുഗ്രഹം ചെയ്യുന്നവൻ, സമ്പൂർണമായ അനുഗ്രഹത്തിൻ്റെ ഉടമ. അർ-റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ നോക്കാതെ അനുഗ്രഹിക്കുന്ന റബ്ബ്, അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ പലർക്കെ തുറന്നിട്ട റബ്ബ്. അല്ലമൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലമൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യന് സൃഷ്ടികർമ്മം നൽകിയതും അവൻ തന്നെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു സംവിധാനിച്ചതവനാണ്. അല്ലമഹുൽ ബയാൻ, അവന് വിവരണശേഷി നൽകിയതവനാണ്. വാചാലമായ ഭാഷ നൽകിയത്. അല്ലമഹുൽ ബയാൻ, ഭാഷ മനുഷ്യന് പഠിപ്പിച്ചത് അല്ലാഹുവാണ്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും ഒരു കൃത്യമായ കണക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. വന്നജ്ം, ഭൂമിയിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന വള്ളിമരങ്ങളും, വശ്ശജറു തടിമരങ്ങളും, ഉയർന്നു നിൽക്കുന്ന തടിമരങ്ങളും, വന്നജ്മു ഭൂമിയിൽ പതിഞ്ഞു നിൽക്കുന്ന വള്ളിമരങ്ങളും, യസ്ജുദാൻ രണ്ടും റബ്ബിന് സാഷ്ടാംഗം നമിക്കുകയാണ്. രണ്ടും റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ, ആകാശത്തെ അല്ലാഹു തആല പൊക്കിപ്പിടിച്ചു. അല്ലാഹു തആല ആകാശത്തെ പൊക്കി. വവളഅൽ മീസാൻ, നീതിയാകുന്ന ത്രാസ് അവൻ സ്ഥാപിക്കുകയും ചെയ്തു.
വവളഅൽ മീസാൻ, നീതിയാകുന്ന ത്രാസ് സ്ഥാപിച്ചു. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, ആ നീതിയുടെ ത്രാസിൽ നിങ്ങൾ അതിക്രമം കാണിക്കാതിരിക്കാൻ വേണ്ടി. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വഅഖീമുൽ വസ്ന, നീതിയുടെ തുലാസിന്റെ 2 തട്ടും നിങ്ങൾ ഒപ്പിക്കണം. ബിൽ ഖിസ്തി, നീതിയോടുകൂടെ നിങ്ങൾ അതിനെ ഒപ്പിക്കേണ്ടതുണ്ട്. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ, ഈ തുലാസിൽ നിങ്ങൾ ഒരിക്കലും കുറവ് വരുത്താൻ പാടില്ല. വലാ തുഖ്സിറുൽ മീസാൻ വൽ അർള വളഅഹാ ലില്ലനാം, എന്നിട്ട് ഭൂമി ലോകത്ത് അല്ലാഹു തആല അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഈ മണ്ണിനെ, ഈ ഭൂമിയെ അല്ലാഹു സംവിധാനിച്ചു. വൽ അർള വളഅഹാ, ആകാശം മുകളിൽ വെച്ചപ്പോ ഉയർത്തിക്കൊണ്ടുപോയപ്പോ വൽ അർള വളഅഹാ, ഭൂമിയെ അല്ലാഹു താഴ്ത്തി വെച്ചു. ലില്ലനാം, തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി. എന്തൊക്കെയാണ് അതിൽ സംവിധാനിച്ചത്? അനാം എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം മാത്രമല്ല, മനുഷ്യരും മനുഷ്യേതര സൃഷ്ടികളുമെല്ലാം പെടും. എല്ലാ സൃഷ്ടികൾക്കുമാണ് ഭൂമി. ഫീഹാ ഫാകിഹത്തുൻ, ആ ഭൂമിയിൽ എല്ലാ തരത്തിലുമുള്ള പഴവർഗ്ഗങ്ങളുമുണ്ട്. വന്നഹ്ലു ദാത്തുൽ അക്മാം, കൂമ്പോളകളുള്ള ഈത്തപ്പഴങ്ങളും അവിടെയുണ്ട്. വന്നഹ്ലു ദാത്തുൽ അക്മാം വൽ ഹബ്ബുൽ അസ്ഫി വറൈഹാൻ വൽ ഹബ്ബുൽ അസ്, വൈക്കോലുള്ള ധാന്യങ്ങളും വറൈഹാൻ, സുഗന്ധ ചെടികളും ഈ ഭൂമിയിലുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ഇല്ല റബ്ബേ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്, ഇല്ല ഇല്ല, നീ ഈ തന്ന അനുഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അനുദിനം ഇത് കൈപ്പറ്റി ജീവിക്കുന്നവരാണ് ഞങ്ങൾ, ഇത് ഉപയോഗപ്പെടുത്തുന്നവരാണ് ഞങ്ങൾ. നീ തന്ന വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ തൊണ്ട വരണ്ട് മരിക്കുമായിരുന്നു. പടച്ചവനെ, നീ തന്ന പ്രാണവായു, നീ ഇവിടെ നൽകിയ ഓക്സിജൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കഥ അത് വളരെ ദയനീയമാകുമായിരുന്നു. പടച്ചവനെ, നീ തന്ന ഭക്ഷണമില്ലെങ്കിൽ ഞങ്ങൾ വയറൊട്ടി മരിക്കുമായിരുന്നു. അർഹമുർ-റാഹിമായ റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകിയ മറ്റു സൃഷ്ടികൾ, അവക്ക് നീ നൽകിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ നിന്റെ അനുഗ്രഹം തന്നെയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. എത്ര വിശദീകരിച്ചാലും തീരാത്ത എന്താണ് സൂറത്തുർ റഹ്മാനിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ പാരായണം ചെയ്ത് സൂറത്തുർ റഹ്മാനിൻ്റെ വചനങ്ങൾക്കൊപ്പം നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്തോ ഒരു സൗന്ദര്യമാണതിന്, വല്ലാത്ത സൗന്ദര്യമാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ആ സൗന്ദര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിക്കും ആസ്വദിക്കണം. അറൂസുൽ ഖുർആൻ എന്ന് പേരുള്ള ഖുർആനിലെ മണവാളൻ എന്നറിയപ്പെട്ട അധ്യായമാണ്. എന്താ മണവാളൻ്റെയും മണവാട്ടിയുടെയും പ്രത്യേകത? മണവാട്ടിയും മണവാളനും അവർ സൗന്ദര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. അതുകൊണ്ടാണ് ജിന്നുകൾ നല്ല നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതികരിച്ചു എന്ന് പറയാൻ കാരണം. ആദ്യമായി പടച്ച തമ്പുരാൻ തുടങ്ങുന്നത് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ തമ്പുരാൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശാലമായ ഒരു ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല, ചെറിയ ഒരു വ്യാഖ്യാനം മാത്രം നൽകാം. റഹ്മാൻ, അനുഗ്രഹങ്ങൾ തന്നിട്ട് മടുക്കാത്ത റബ്ബ്, യാതൊരു വിഷമവുമില്ലാതെ തൻ്റെ അടിമകളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്. അത് തൻ്റെ മുഖത്ത് ചവിട്ടിയവർക്കും, തന്നോട് നീതി പുലർത്തിയവർക്കും, തന്നോട് അനീതി കാണിച്ചവർക്കും, ക്രമം കാണിച്ചവർക്കും, അക്രമം കാണിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു നൽകുകയാണ് അർ-റഹ്മാൻ. അവിടെയാണ് അല്ലാഹു കാരുണ്യവാനാകുന്നത്. അല്ലാഹുവിൻ്റെ കരുണ വിശാലമാണ്, പടച്ച റബ്ബിൻ്റെ കരുണ വിശാലമാണ്. ഈ ഭൂമിയിൽ ആര് എന്ന് നോക്കാതെ എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹിക്കുന്നു.
അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. ആദ്യത്തെ വരിയിൽ അള്ളാഹു ചെയ്യുന്നത് അനുഗ്രഹങ്ങൾ എണ്ണി 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 ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഏതാ നീ നിഷേധിക്കാൻ തയ്യാറുള്ളത്? എണ്ണി എണ്ണി പറയുന്ന സമയത്ത് ആദ്യ ഘട്ടങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അറബി ഭാഷയിലുള്ള ഒരു പൊതു തത്വം, ഒരു വിഷയത്തെ മറ്റൊരു വിഷയത്തോട് ചേർത്തി പറയുമ്പോ വാവ് ചേർത്തുകൊണ്ടാ പറയുക. റഹ്മാനു അല്ലമൽ ഖുർആൻ വഖലഖൽ ഇൻസാൻ വഅല്ലമഹുൽ ബയാൻ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഇങ്ങനെ പറയാതിരുന്നത് ആദ്യം കാണുന്ന വാക്യങ്ങളിൽ ഈ ഒരു അക്ഷരത്തെ അള്ളാഹു ഒഴിച്ചു നിർത്താൻ കാരണം പെട്ടെന്ന് എണ്ണി എണ്ണി പറയുന്ന സമയത്ത് അത്തരം പ്രത്യയങ്ങളൊക്കെ നമ്മൾ മലയാളത്തിലും ഉപേക്ഷിക്കാറാ പതിവ്. ഒരു ആപ്പയോട് ഒരു മോൻ നന്ദികേട് കാണിക്കുന്നു. എന്നാ നന്ദികേട് കാണിക്കുന്നത്? ചെറുപ്പത്തിൽ അവൻ ഒന്നും അല്ലായിരുന്നു, അവിടെ നിന്ന് അവനെ വളർത്തിയെടുത്തു. ചെറുപ്പത്തിൽ തന്നെ മദ്രസയിലാക്കേണ്ട പ്രായത്തിൽ, സ്കൂളിലാക്കേണ്ട പ്രായത്തിൽ അവനെ കൊണ്ടുപോയാക്കി അവന് വേണ്ട വിദ്യാഭ്യാസം, വിദ്യാഭ്യാസവും നൽകി അവനെ ഒരു മനുഷ്യനാക്കി വളർത്തിയെടുത്തു. പഠനോപകരണങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു. അവന് ഉപരിപഠനത്തിന് ലക്ഷങ്ങൾ കെട്ടിവെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് അവൻ നല്ല ഉന്നതമായ ഒരു പോസ്റ്റിലേക്ക് ഉയർന്ന് ജോലിയും കിട്ടി. പുറത്തു വരുന്ന സമയത്ത് ഭാര്യയും മക്കളുമൊക്കെയായി കുടുംബമായി ജീവിക്കുമ്പോ അവൻ കയറി വന്ന പടവുകളെ വിസ്മരിക്കുകയാണ്. പിന്നെ വാപ്പയില്ല, ഉമ്മയില്ല, ഒന്നുമില്ല. വാപ്പാനും ഉമ്മാനും ഒന്നും കണ്ടൂടാ. വാപ്പാനോടും ഉമ്മാനോടും വല്ലാത്ത നന്ദികേട് കാണിക്കുകയാണ്. ആ സമയത്ത് ആ ഉപ്പ ചിലപ്പോൾ ഒരുപക്ഷെ ഇവനെ ഒഴിഞ്ഞു കിട്ടിയ സമയത്ത് ഇവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി, ചെറുപ്പത്തിൽ സ്വന്തം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അന്ന് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നു, നിന്നെ പഠിപ്പിച്ചു, ഉപരിപഠനത്തിന് കാശ് കെട്ടിവെച്ചു, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തന്നു, എന്നിട്ട് ഇന്ന് നീ എന്നെ മറന്നല്ലേ? ഇത് ചോദിക്കുന്ന സമയത്ത് ഓരോന്നിലും ഇതുപോലെയുള്ള പ്രത്യയങ്ങൾ നമ്മൾ ചേർക്കാറില്ല. നാം ഈ പറഞ്ഞ രൂപത്തിലാണ് അത് പറയുക. അല്ലാതെ ചെറുപ്പത്തിൽ ഞാൻ നിന്നെ പരിപാലിച്ചു, സ്കൂളിലാക്കാൻ സമയമായപ്പോൾ സ്കൂളിലാക്കുകയും ചെയ്തു, അങ്ങനെയുള്ള ഒരു പ്രയോഗം മലയാളത്തിൽ പോലും പ്രയോഗിക്കാറില്ല. എണ്ണി പോകുന്ന സമയത്ത് അതൊക്കെ അങ്ങ് ഉപേക്ഷിക്കലാണ്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അള്ളാഹു അനുഗ്രഹങ്ങളുടെ ആധിക്യം കൊണ്ട് ആദ്യ വചനങ്ങളിൽ ഇതെല്ലാം അങ്ങ് മാറ്റിവെച്ചു. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ആദ്യമായി അള്ളാഹു പറയുന്നത് അല്ലമൽ ഖുർആൻ. അല്ലാഹ് റഹ്മാനായത് എങ്ങനെയാ? ഖുർആൻ പഠിപ്പിച്ചിട്ടാണ് പടച്ച റബ്ബ് കാരുണ്യവാനായത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രം അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ്. അതാണ് ആദ്യം പറഞ്ഞത്. എന്തേ കാരണം? നമ്മുടെ കൂട്ടത്തിൽ പലരും ഭൗതികാനുഗ്രഹങ്ങളെ മാത്രം അനുഗ്രഹമായി കാണുമ്പോൾ അള്ളാഹു പറയുന്നു അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഓ മനുഷ്യരെ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കേട്ടോ. റഹ്മാനായ എൻ്റെ വീക്ഷണപ്രകാരം നിങ്ങൾ കാണുന്നത് പോലെയല്ല. ആകാശമല്ല, ഭൂമിയല്ല, വായുവല്ല, ഭക്ഷണമല്ല, വെള്ളമല്ല, സമ്പത്തല്ല, സ്വാധീനമല്ല, മറിച്ച് മതപരമായ അറിവാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങൾ അനുഗ്രഹങ്ങളായി എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഖാറൂൻ മുതലാളി നടന്നു പോകുമ്പോ അവര് പറഞ്ഞത് യാ ലൈതലന മിസ്ലമാ ഊതിയ ഖാറൂൻ. കണ്ടോ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പം അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല നന്ദികെട്ട വർഗത്തിന്. മറിച്ച് ഭൗതിക ആഡംബരങ്ങളെല്ലാം നൽകി. ഭൗതിക ആഡംബരങ്ങളിൽ അതാ എല്ലാ നിലക്കും വിരാജിക്കുന്ന ഈ ഖാറൂൻ മുതലാളി നടന്നു പോകുമ്പോ നന്ദികെട്ട വർഗം റോഡരികിൽ നിന്ന് പറയുന്നു, പ്രൗഢിയോടെ അന്തസ്സോടെ യാത്ര ചെയ്യുന്ന
ഖാറൂൻ മുതലാളിയെ കണ്ടപ്പം യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂനിന് നൽകപ്പെട്ടതുപോലെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇവരാശിക്കുകയാണ്. ഇതിവരുടെ ഒരു പ്രത്യാശയായിരുന്നു. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്നത് ഒന്നാമത്തെ അനുഗ്രഹം അത് നിങ്ങളുടെ ഭൗതിക സമൃദ്ധിയല്ല, മറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ. അതാണ് കേട്ടോ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം. പിന്നെയുള്ളതൊക്കെ അനുഗ്രഹങ്ങളാണ്, അല്ല എന്നല്ല. ആകാശം അല്ല ചെയ്ത അനുഗ്രഹമാണ്. ആകാശത്തെ പൊക്കി നിർത്തിയത് അല്ല ചെയ്ത അനുഗ്രഹമാണ്. ഭൂമിയെ താഴ്ത്തി വെച്ചത് അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ്. ഭൂമിയിൽ ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവസമൃദ്ധമായ സംഗതികളെല്ലാം ഒപ്പിച്ചു വെച്ചത് അതൊക്കെ അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ഈ അനുഗ്രഹമൊക്കെയും ഏതാണ്? അല്ലാഹുവിൻ്റെ അനുഗ്രഹം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖലഖല്ലാഹു റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ. അല്ലാഹു റഹ്മത്തിനെ സൃഷ്ടിക്കുന്ന നാളിൽ 100 അംശമായിട്ടാണ് സൃഷ്ടിച്ചത്. റഹ്മത്ത് 100 ഭാഗമായിട്ടാണ് അല്ലാഹു പഠിച്ചത്. എന്നിട്ടോ വഅൻസല മിൻഹാ ഇലൽ അർളി വാഹിദ, ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കിയത്, ഈ ദുനിയാവിലേക്ക് അല്ലാഹു ഇറക്കിയത് ആകെ ഒരു റഹ്മത്താണ്. എന്താ ഈ പറയുന്നത്? നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 100 റഹ്മത്ത് അല്ലാഹ് സൃഷ്ടിച്ചിട്ട് 100ആയി അംശിക്കാൻ കഴിയുന്ന വലിയ റഹ്മത്തിന്റെ കേദാരം അല്ലാഹു സൃഷ്ടിച്ചിട്ട് അതിലൊന്നു മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി 99 അല്ലാഹ് ബാക്കി വെച്ചിരിക്കുകയാണ്. എന്തിന്? തൻ്റെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവർക്ക് പരലോകത്തവരെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലാഹു 99 മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാ നമ്മളോ? നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരെങ്കിലും ഉണ്ടോ? ഈ ഒരു റഹ്മത്ത് മുഴുവൻ നമുക്ക് കിട്ടുന്നില്ല. ഒരു റഹ്മത്തിന്റെ പൊട്ടും തെല്ലും കിട്ടാൻ നമ്മൾ 99 വിസ്മരിക്കുകയാണ്. ഇത് നമുക്ക് പറ്റൂലേ? പറ്റും. ഇത് മോമിനീങ്ങൾക്ക് ആസ്വദിക്കാം. പടച്ച റബ്ബ് തർക്കം പറഞ്ഞിട്ടില്ല. അല്ലാഹ് റഹ്മാനാണ്. വഴിപ്പെടാത്തവർക്ക് മാത്രമല്ല കൊടുക്കുന്നത്, വഴിപ്പെടുന്നവർക്കും കൊടുക്കുന്നുണ്ട്. വഴിപ്പെടുന്നവർക്ക് മാത്രമല്ല, വഴിപ്പെടാത്തവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മോമിനീങ്ങൾക്കും ഉള്ളതാണ് ദുനിയാവ്. പക്ഷേ ഇസ്ലാമിക നിയമവിലക്കുകൾ പാലിക്കാതെ ദുനിയാവിന്റെ പിന്നാലെ പോകാൻ പാടില്ല. ഈ ഭൗതിക അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോയോ എന്നാൽ ഒന്ന് മുഴുവൻ കിട്ടുമെങ്കിൽ സമാധാനിക്കാൻ വകയില്ല. അതും കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. ഒരു റഹ്മത്തിന്റെ പൊട്ടും തൊല്ലും. ഈ ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞത് എന്താ? നിങ്ങൾ ചിന്തിക്കുക. തലശ്ശേരിയിലെ നിങ്ങളുടെ പരിധിയിലുള്ള സമ്പത്ത് മാത്രമല്ല അല്ലാഹു ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങളെ നാട്ടിലുള്ള മൊത്തം ജനങ്ങളുടെ ആസ്തി ഒന്ന് കൂട്ടി നോക്ക്. എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടാകും? കേരളത്തിൻ്റെത് മൊത്തം ഒന്ന് കൂട്ടി നോക്ക്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെത് മൊത്തം ഒന്ന് കൂട്ടി നോക്ക്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അനുഗ്രഹം, അല്ലാഹ് ഇവിടെ ഒരുക്കി വെച്ച സമൃദ്ധികൾ, കോടാനക്കോടി ഡോളറുകളുടെ ആസ്തി ഉണ്ടാവില്ലേ? എങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളുടേതും കൂട്ടണം. പോരാ, ഇനി നിങ്ങൾ കടലിലേക്ക് ഇറങ്ങണം. കരയിലും കടലിലുമുള്ള എല്ലാ റഹ്മത്തും, കടലിലും കരയിലുമുള്ള സർവ്വ കാരുണ്യവും സർവ്വ സമൃദ്ധിയും അത് അല്ലാഹുവിന്റെ ഒരു റഹ്മത്ത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ, ഇനി അതിന്റെ 99 കരുതി വെച്ചു എന്ന് പറയുമ്പോ ആ 99 അല്ലാഹു കയ്യിലെടുത്ത് സുഖിപ്പിക്കുന്ന നാളില് ആ സ്വർഗത്തിന്റെ വലുപ്പം എത്രയായിരിക്കും? അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു റഹ്മത്തിന്റെ പൊട്ട് കിട്ടുമ്പോഴേക്ക് നമ്മൾ എത്രമാത്രം ആ വിഷയത്തിൽ സംതൃപ്തരാണ്. ആലോചിച്ച് നോക്ക്. എന്തോ ഒരു അനുഭൂതിയാണ് നമുക്ക്, എന്തോ ഒരു സായുജ്യമാണ് നമുക്ക്. അവിടെയാ ചിന്തിക്കേണ്ടത്. 99 ഒരുമിച്ച് തിളങ്ങുന്ന സ്വർഗത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ആ സ്വർഗത്തിന്റെ വലിപ്പത്തിൽ ഉണ്ടായിരിക്കും. ആ സ്വർഗം നശിപ്പിക്കുക ഈ ഒന്നിനു വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. ഇത് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് ആ 99 എത്തിപ്പിടിക്കാനുള്ള മാർഗമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു അവതരിപ്പിച്ച, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വിശുദ്ധ ഖുർആനാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ ചെറിയ അംശങ്ങൾ കിട്ടിയാൽ അവൻ സംതൃപ്തനാണ്. എന്താ അതിന്റെ കാരണം? പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹത്തോട് മനുഷ്യന് വലിയ താല്പര്യമായിരിക്കും.
99 കിട്ടാനുണ്ട്, എനിക്കത് വിശ്വാസമുണ്ട്, കിട്ടുന്ന ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ആ പണി എടുക്കുന്നില്ല? അത് കിട്ടാൻ വേണ്ട പണി ഞാൻ എടുക്കുന്നില്ല. പിന്നെയും ഈ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കേമാക്കാൻ പറ്റുമെങ്കിൽ അത് കിട്ടണം എന്നാണല്ലോ എൻ്റെ ഉദ്ദേശം. എന്താണ് അതിൻ്റെ കാരണം? അല്ല പറഞ്ഞു, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജിലത വതദറൂനൽ ആഖിറ. പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് വല്ലാത്ത താല്പര്യമാണ്, വലിയ ഇഷ്ടമാണ്. വതദറൂനൽ ആഖിറ, വയ്യേ വരുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ അവഗണിക്കുകയാണ്. വതദറൂനൽ ആഖിറ, വയ്യേ വരുന്ന, ആഖിറിൽ വരുന്ന, ആജിലത്ത് പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹം കൊള്ളാമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. വയ്യേ വരുന്നതിന് എത്ര വലുതാണെങ്കിലും വേണ്ട. ഇതാണ് ഇതിന് കാരണം. ഇത് ശരിയല്ലേ? ഖുർആനാ പറഞ്ഞത്, ശരിയാണ്. എന്തുകൊണ്ട്? നമുക്കത് ശരിക്ക് ബോധ്യപ്പെടും. ഞാൻ പല ക്ലാസ്സുകളിലും വെച്ച് പറഞ്ഞിരുന്നു ഒരു ഉദാഹരണം. ഈയിടെ അടുത്തായിട്ടൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇപ്പം മൈനോറിറ്റി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനുവേണ്ടി മുദ്രപേപ്പറിന് വേണ്ടി വരി നിൽക്കാൻ, ലൈന് നിൽക്കാൻ എത്ര സമയ മനുഷ്യൻ ചെലവാക്കിയെന്നറിയോ നിങ്ങൾ? എന്താ വിഷയം? തൻ്റെ കുട്ടിക്ക് ഒരു 100 റുപ്യ ഒരു മാസത്തിൽ കിട്ടും, അല്ലെങ്കിൽ 400 റുപ്യ കിട്ടും. ഇതും എല്ലാ കുട്ടികൾക്കും കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? കേരളത്തിലേക്ക് ആകെ അനുവദിക്കപ്പെട്ടത് 16,000 ചില്ലാനം കുഞ്ഞുങ്ങൾക്ക്. അതിൽ എൻ്റെ കുട്ടി പഠനത്തിൽ മിടുക്കനാവണം, സാമ്പത്തികമായി പിന്നാക്കുവാവണം, എങ്കിലേ ഇത് കിട്ടൂ. അപ്പം വരി നിൽക്കുമ്പോൾ, ക്യൂ നിൽക്കുമ്പോൾ അവൻ തന്നെ പറയാണ്, നമ്മൾ പോയത്തക്കാർ തന്നെ കേട്ടോ, നമ്മളെ കുട്ടിക്കൊന്നും എന്തായാലും ഇത് കിട്ടൂല എന്ന് ഉറപ്പാണ്. എന്നാലും നിൽക്കന്നെയാണ്, നോക്കണം നിങ്ങൾ, എന്നാലും നിൽക്കന്നെയാണ്, അവിടുന്ന് പോരുന്നില്ല. എന്തേ കാരണം? കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. പെട്ടെന്ന് കിട്ടുന്നത് 10 പൈസയാണെങ്കിലും വലിയ കമ്പമാണ്, വല്ലാത്ത താല്പര്യമാണ് അതിനോട്. വതദറൂനൽ ആഖിറ. എന്നാ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഒരുപാട് നാളായില്ലേ പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിൽ 99 അനുഗ്രഹങ്ങളും എടുത്ത് സുഖിപ്പിക്കുന്ന സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു. അതെങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതെങ്ങനെയാ? ഓരോരുത്തൻ്റെ കാൽ കീഴിൽ നിന്നും, ഓരോ മനുഷ്യൻ്റെ കാൽ കീഴിൽ നിന്നും ഓരോ തരത്തിലുള്ള ആറുകൾ ഇങ്ങനെ ഒഴുകുമെന്ന് പറയുമ്പം ഇൻഷാ അല്ലാഹ് ഭക്തരുടെ പറുദീസ വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം. അതെങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുന്നത് ഒരു റഹ്മത്തിൻ്റെ ടാവട്ടത്തിൽ നിന്നാ. അതാദ്യം ആലോചിക്കുന്നത് നല്ലതാ. ഒരു റഹ്മത്തിൻ്റെ ടാവട്ടത്തിൽ നിന്ന് ചിന്തിച്ചാൽ അത് തിരിയില്ല. 99 ഒരുമിച്ച് തരുമ്പോ, അതുകൊണ്ടാ നബി പറഞ്ഞത്, ഫീഹാ മാലാ ഐനുൻ റഅതു വലാ ഉദുനുൻ സമീഅതു വലാ ഖതറ അലാ ഖൽബി ബശർ. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാനോ, നിങ്ങളെ ചെവി കൊണ്ട് കേൾക്കാനോ, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. ഈ വലിയ ഈ ഓഫർ കേട്ടിട്ട് നിങ്ങൾ ഗവൺമെന്റ് ഓഫർ പ്രഖ്യാപിച്ചപ്പോഴേക്ക് 8-10 മണിക്കൂർ ക്യൂ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, അല്ല എത്ര വലിയ ഓഫറാ പ്രഖ്യാപിച്ചത്? എന്നാൽ അല്ല ഓഫർ ലംഘിക്കോ? ഇല്ല. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. ഇപ്പൊ നമ്മൾ ബാങ്ക് കൊടുത്ത് ദുആ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, പടച്ചവനെ നീ ഓഫർ ലംഘിക്കൂല. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ് ലാ യുഖ്ലിഫുല്ലാഹു വഅദ. അള്ളാഹുവിന്റെ കരാറ് ലംഘിക്കുകയില്ല. ലാ തബ്ദീല ലികലിമാത്തില്ല. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് തിരുത്തില്ല. പറഞ്ഞതുപോലെയാ. പറഞ്ഞതുപോലെയാ, പിന്നെ അതിൽ തിരുത്തില്ല. അള്ളാഹുവിന്റെ ഓഫറുകൾക്ക് ലംഘനമില്ല. ലാ തബ്ദീല ലികലിമാത്തില്ല. അങ്ങനെയാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് അർത്ഥം കൊടുത്തത്. ഐലാ ഖുൽഫ ലിമവാഇദിഹി. അള്ളാഹുവിന്റെ ഓഫറുകൾക്ക് ലംഘനമില്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഉറപ്പുള്ള ഈ ഓഫർ പ്രഖ്യാപനം കേട്ടിട്ട് 5 മിനിറ്റെങ്കിലും ഈ ബറാഅത്ത് രാവിന്റെ നാളില് നമ്മൾ ഇരുന്നോ? രാത്രിയുടെ നിശയുടെ നിശബ്ദതയില് നമ്മൾ ആരെങ്കിലും ഇരുന്നോ? പടച്ച റബ്ബിന്റെ മുമ്പിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞിട്ട് ഒരനുഭവം ഉണ്ടായോ? ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയാം. ബറാഅത്ത് രാവില് കെൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തെക്കാളധികം ആളുകൾ അല്ലാഹു നരകത്തെ തൊട്ട് മോചിപ്പിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞതല്ലേ? എന്നിട്ട് ആ ബറാഅത്ത് രാവിലെ എത്ര പേര് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു നോക്കി? ഒരു 10 സലാത്ത് ചൊല്ലി നോക്കി? എത്ര പേരുണ്ട്? ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്കൊക്കെ ഞാൻ വരാം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. പരമകാരുണികനായ തമ്പുരാൻ അവൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇതാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലമൽ ഖുർആൻ.
അതുകൊണ്ടാണല്ലോ ഖലഖൽ ഇൻസാൻ എന്ന് പറയുന്നതിന്റെ മുമ്പ് അല്ലാഹ് പറഞ്ഞത് അല്ലമൽ ഖുർആന. സംഗതി ഖുർആൻ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ശേഷമല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ഖലഖൽ ഇൻസാന അല്ലമൽ ഖുർആൻ അങ്ങനെയല്ലേ പറയേണ്ടിയിരുന്നത്? പക്ഷേ അല്ലാഹ് പറഞ്ഞത് അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. ഇമാം അബു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് 10-35ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പലരും പറയുന്നുണ്ട്. പലരും മാന്യന്മാരുടെ സ്വഭാവമാണ്. ഒരു സംഗതി ഉണ്ടാക്കുമ്പോഴേക്ക്, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പം എന്താണ് അതുകൊണ്ടുള്ള ലക്ഷ്യമെന്ന് നേരത്തെ പറയാറുണ്ട്. എന്നതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ആ മനുഷ്യനെ സൃഷ്ടിച്ച ലക്ഷ്യമാണല്ലോ ആദ്യം പറയുന്നത്. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഖുർആൻ പഠിപ്പിക്കാനാ, ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനുമാ. കണ്ടോ നിങ്ങൾ, എത്ര നല്ല ആശയമാണ് ഖുർആൻ ഈ പറഞ്ഞത്. അല്ലമൽ ഖുർആൻ. അതുകൊണ്ടാ പറഞ്ഞത് ആദ്യമായി അല്ലാഹ് ഇതെണ്ണാനും കാരണമതാണ്. അപ്പൊ ഖുർആനിക വിവരം എന്ന് പറഞ്ഞാൽ മതപഠനം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനമാണ് ഹദീസ്. ആ ഖുർആനും ഹദീസും അപഗ്രഥിച്ചു ചർച്ച ചെയ്തു പറഞ്ഞതാണ് മഹാന്മാരായ ഫിഖ്ഹ് പണ്ഡിതന്മാരുടെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ. ഇതെല്ലാം ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇതെല്ലാം ഖുർആൻ തന്നെയാണ്. ഖുർആനിന്റെ ഉൾപിരിവുകളാണ് അതിലുള്ള ചർച്ചകൾ മുഴുവനും. അതുകൊണ്ട് തന്നെ ഇതാർക്കാണോ ലഭിച്ചത്, പാണ്ഡിത്യമുള്ളതാരാണോ അവനാണ് ഭൂമിയിൽ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത്. യുഅ്തിൽ ഹിക്മത മയ്യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു സൂറത്തുൽ ബഖറയുടെ 269-ാമത്തെ ആയത്തിൽ. എന്തേ പറഞ്ഞത്? യുഅ്തിൽ ഹിക്മത മയ്യശാ. അല്ലാഹു വിവരം നൽകും, അറിവ് നൽകും. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്ന മഹാന്മാർക്ക് അല്ലാഹു അറിവ് നൽകും. വമൻ യുഅ്തൽ ഹിക്മ, ആർക്കാണോ അല്ലാഹു അറിവ് നൽകുന്നത്, ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, അയാൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ള അനുഗ്രഹങ്ങളൊക്കെ അയാളുടെ പിന്നാലെ അങ്ങനെ പോകും. ഖുർആനുമായി ബന്ധപ്പെടുന്നയാൾ, അറിവുമായി, മതപരമായ അറിവുമായി ബന്ധപ്പെടുന്നയാൾ, അയാൾക്ക് ധാരാളം കിട്ടിക്കഴിഞ്ഞു, ഇനിയൊന്നും കിട്ടാൻ ബാക്കിയില്ല. മാത്രമല്ല ബാക്കിയുള്ള അനുഗ്രഹങ്ങളും കൂടെ അദ്ദേഹത്തിന് കിട്ടും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ വനസലത് അലൈഹിമുസ് സകീന വഹഫത്തുഹുമുൽ മലായിക വഗശിയത്തുഹുമുർ റഹ്മാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അല്ലാഹുവിന്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ, അല്ലാഹുവിന്റെ ഒരു ഭവനത്തിൽ ഏതാനും ഉമ്മത്ത് ഒരുമിച്ചിരിക്കില്ല. യത്ലൂന കിതാബല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഗ്രന്ഥം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. വയതദാറസൂനഹു ബൈനഹും, ഓതുക മാത്രമല്ല അത് അവർക്കിടയിൽ പഠന വിധേയമാക്കുകയും ചെയ്യും. വയതദാറസൂനഹു ബൈനഹും, ആ കിതാബ് ഓതി പഠിക്കുന്നു, അതിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ദീനിയായ വിജ്ഞാനം പറയുന്നു, പള്ളിയിൽ ഒരുമിച്ച് കൂടി. എങ്കിൽ ഇല്ലാ വനസലത് അലൈഹിമുസ് സകീന. മനുഷ്യരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നല്ലോണം ഓർക്കുക, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. ശാന്തി കണി കാണാൻ പറ്റാത്ത ഒരു രോഗത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശാന്തിയും സമാധാനവും ഇന്ന് മരീചികയാണ്. അത് കേവലം മരീചികയാണ്, യാഥാർത്ഥ്യത്തോട് തൊട്ടടുത്ത് പോലും അതില്ല. എങ്കിൽ ശാന്തിയില്ലാതെ അശാന്തി കൊണ്ട് നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശാന്തി വേണോ? അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ചർച്ച ചെയ്യുന്ന സൂറത്തുർ റഹ്മാനിന്റെ വിവരണം നടത്തുന്ന ഈ സദസ്സിൽ വന്നിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ വനസലത് അലൈഹിമുസ് സകീന, അവർക്ക് ശാന്തി വർഷിക്കും, സമാധാനം വർഷിക്കും. എന്തു സമാധാന കുറവാണോ ഉള്ളത്, ആ പോരായ്മകളെല്ലാം അല്ലാഹു പരിഹരിച്ചു കൊടുക്കും. മാനസികമായി എന്തു സമാധാന കുറവുണ്ടോ അതെല്ലാം അല്ലാഹു നൽകിയിട്ട് അവരെ അനുഗ്രഹിക്കും. വഹഫത്തുഹുമുൽ മലായിക, അവരെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകൾ.
അവർക്ക് ഖൈറെത്തിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ അവരാ ജനങ്ങളെ വലയം ചെയ്തു നിൽക്കും. വഹഫത്തുഹുമുൽ മലായിക വഗശിയത്തുഹുമുർ റഹ്മാ. പടച്ച റബ്ബിന്റെ കാരുണ്യം അവരെ പൊതിയും. കണ്ടോ, ഖുർആൻ ചർച്ച നടക്കുന്നിടത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയും. അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ചാകുകയാണെങ്കിൽ കൂടുതൽ അതിന് മഹത്വം വർദ്ധിക്കുന്നു. കേരളത്തിൽ ഒരുപാട് പള്ളിയിൽ ഇത് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിനീതനായ സാധുവായ ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന 10-17ഓളം ക്ലാസ്സുകൾ ഇന്ന് സ്ഥിരമായി മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി നടന്നു വരുന്നു. പള്ളിക്കുള്ളിൽ ആളുകൾ സമ്മേളിച്ചിരുന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ഒക്കെയായി ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേദികള്, ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഓഫറാണ്. അവർക്ക് ശാന്തിയുണ്ട്, അവർക്ക് കണക്കും കയ്യുമില്ലാത്ത അനുഗ്രഹങ്ങളുണ്ട്, അവർക്ക് മാലാക്കമാരുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സദസ്സിലും അള്ളാഹുവിന്റെ മാലാക്കമാരുടെ സാന്നിധ്യമുണ്ടാകും. നമുക്ക് സമാധാനം ലഭിക്കുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അനുഗ്രഹം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. പക്ഷേ ഇന്നത്തെ അവസ്ഥയോ വളരെ ദയനീയമാണ്. എൻ്റെ കൂട്ടുകാരിൽ പലരുടെയും അവസ്ഥ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അതേ, നിങ്ങൾക്ക് ഭൗതിക തലത്തിൽ ബിരുദങ്ങളുണ്ട്, ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. എല്ലാവരും, എല്ലാ ബുദ്ധിമാന്മാരും, എല്ലാ ചിന്തകന്മാരും എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു തള്ളിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വെള്ളം തരുന്ന, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന, എനിക്കും നിങ്ങൾക്കും വായു നൽകി അനുഗ്രഹിക്കുന്ന പടച്ച റബ്ബിന്റെ കലാമ് 6000-ൽ പരം വചനങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കാത്ത നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ തുനിയാത്ത നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് വളരെ ദയനീയമായ കാഴ്ചയാണ്. അല്ല പറയുന്നു, ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും ഒരു വലിയ വിഷയമാണ്. കണ്ടോ, നിങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനോട് അല്ല പറയുന്നത് കാണുക, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. നബിയേ, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അള്ളാഹു നിങ്ങൾക്ക് ഗ്രന്ഥവും ഹിക്മത്തും ഇറക്കി തന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, നിങ്ങൾക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, നിങ്ങൾക്കറിയാത്തതൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം അളീമാ, അത് അപാരമാണ്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഅല്ലമക മാ ലം തകുൻ തഅലം, നബിയെ നിങ്ങൾക്ക് അറിയാത്തതൊക്കെയും അല്ലാഹു പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം അപാരമാണ്. ആലോചിക്കണം. എന്നിട്ട് ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരന്നു കിടക്കുന്ന വിവരത്തിന് റേഞ്ച് നിശ്ചയിക്കുന്ന ചില വിഡ്ഢികളുണ്ട്. അവർക്ക് വിഡ്ഢികളുടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, നബിയേ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ചെറുതല്ല, വളരെ വലുതാണ്, അപാരമാണ് നബിയേ. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് തൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ കാവ്യസമാഹാരത്തിലെ ഒരു വരിയാണ്. എത്ര ഹൃദ്യമാണ് ആ വരി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഭ്രാന്തനാക്കി തള്ളിക്കളഞ്ഞവരുണ്ട്. മുത്തുനബിയെ ഒരൽപ്പമങ്ങ് മദ്ഹ് ചെയ്തപ്പോഴേക്ക് അധികപ്പറ്റായി എന്ന് പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരത്തിൽ ആ വിഷയത്തിലേക്കൊക്കെ കടന്നു വരണമെന്നുണ്ട്. പക്ഷേ വിശാലമായ വിഷയങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ പറഞ്ഞു തീർക്കുമെന്ന ഭയം മാത്രമാണുള്ളത്.
എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, നബിയേ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ, നബിയേ നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ ദാനമാണ് അദ്ദുനിയാ വദറതഹാ, ഈ ഇഹലോകവും അതിൻ്റെ ചക്കൊളത്തിയായ പരലോകവും. അദ്ദുനിയാ വദറതഹാ, അവിടെയൊക്കെ കുറേ പാഠങ്ങളുണ്ട്. പറയുമ്പോഴേക്കും നമുക്ക് സമയം വൈകും, അങ്ങോട്ടൊന്നും വരുന്നില്ല. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ, നബിയേ നിങ്ങളുടെ പരന്നു കിടക്കുന്ന അനുഗ്രഹ പരാവാരത്തിൽപ്പെട്ടതാണ് അദ്ദുനിയ, ഈ ലോകം അങ്ങയുടേതാണ് നബിയേ. വദറതഹാ, ഈ ദുനിയാവിൻ്റെ ചക്കൊളത്തിയായ, കണ്ടോ, ഏറ്റുമുട്ടലില്ലാതെ ചക്കൊളത്തികൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പ്രയാസ എന്നതുപോലെ. എന്നാൽ പോകൂലേ? പോകും. ചുരുക്കം ചില ആളുകൾക്ക് ഹിക്മത്തുള്ളവരുടെ അടുത്ത് പോകും എന്നതുപോലെ ദുനിയാവും ആഖിറവും ഒന്നൊന്നിന് കോട്ടവല്ലാതെ കൊണ്ടുപോകണമെങ്കിൽ നല്ല പ്രയാസമാണ്. ഇമാം ബൂസീരി ആ വരിയിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, നബിയെ നിങ്ങളുടെ പരന്നു കിടക്കുന്ന അറിവിന്റെ ഭാഗമാണ് ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹിലെയും ഖലമിലെയും അറിവ് നിങ്ങളുടെ പരന്നു കിടക്കുന്ന അറിവിന്റെ ഭാഗമാണ്. വല്ലാത്ത പ്രയോഗമാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രയോഗിച്ചത്. അതിൻ്റെ കടുപ്പത്തിലേക്ക് ഇറങ്ങി വരികയല്ല. കാരണം എന്തേ? അതൊക്കെ ചർച്ച ചെയ്യുമ്പോഴേക്ക് നമുക്ക് ആ വേദിയിലൂടെ, ആ വിഷയത്തിലൂടെ അങ്ങോട്ട് പോകും. നമുക്ക് നമ്മുടെ വിഷയം ചർച്ച ചെയ്യണമല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ ബറക്കത്തും ഈ സദസ്സിന് കിട്ടിക്കോട്ടെ എന്ന് കരുതി ആ വരിയൊന്ന് പാടിയെന്ന് മാത്രം. അപ്പൊ നബിയെ നിങ്ങൾക്ക് വിശാലമായ അറിവുണ്ട്. ആ അറിവ് അള്ളാഹു ചെയ്തു തന്ന അപാരമായ അനുഗ്രഹമാണ്. സൂറത്തുൻ നിസായിലൂടെ പടച്ച റബ്ബ് പറഞ്ഞു, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. സൂറത്തുൻ നിസാ 113-ാമത്തെ വചനം, 4-ാം അധ്യായം 113-ാം വചനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇനി നോക്കണം നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മാണം കഴിഞ്ഞു. കഅബ നിർമ്മാണം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പടച്ചവനെ ഞങ്ങളുടെ ഈ കർമ്മം നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു ദുആ ചെയ്തു. ആ ദുആ ചെയ്ത സമയത്ത് ആ കൂട്ടത്തിലൊരു ദുആ കൂട്ടിയിട്ടുണ്ട്. ഈ വിജനമായ ഭൂമിയെ നീ സമൃദ്ധമാക്കണം പടച്ചോനെ. മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബിയും വന്ന് എന്നിട്ട് ആ കൂട്ടത്തിലൊന്ന് വിട്ടിട്ടില്ല. ഈ മക്കയിൽ പഴവർഗ്ഗങ്ങൾ വേണം, ഈ മക്കൾക്ക് സമൃദ്ധി വേണം. പഠിച്ചവനെ ഭൗതിക സമൃദ്ധി ഉണ്ടായതുകൊണ്ട് ജനങ്ങൾ കൂത്താടുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, കണ്ടോ നിങ്ങൾ, ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലം മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പഠിച്ചവനെയുടെ ഫലസമൃദ്ധി മാത്രം കൊടുത്താൽ പോരാ, നല്ല സമൃദ്ധിയുള്ള രാജ്യമാക്കിയാൽ മാത്രം പോരാ, മറിച്ച് റബ്ബനാ വബ്അസ് ഫീഹിം, പടച്ചോനെ ഈ മക്കക്കാരിൽ നീ നിയോഗിക്കണേ റസൂലം മിൻഹും, അവരുടെ ഭാഷ സ്ഫുടമായി സംസാരിക്കാൻ കഴിയുന്ന, അവരുടെ വികാര വിചാരങ്ങൾ അറിയാൻ കഴിയുന്ന, അവർ ഏതൊക്കെ സ്വഭാവങ്ങളുമായാ പൊരുത്തപ്പെട്ടത് ആ സ്വഭാവങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന, അവരുടെ ചിന്ത, അവരുടെ വിചാരം, അവരുടെ വികാരം ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ നൽകണം. എന്നിട്ട് ആ പ്രവാചകൻ വന്ന് യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ആരുറപ്പുള്ള വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കട്ടെ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കട്ടെ. വയുസക്കീഹിം, അവരെ സംസ്കരിക്കട്ടെ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ യോഗ്യനല്ലേ തമ്പുരാനെ, നീ തന്ത്രമായി കാര്യങ്ങൾ നീക്കുന്നവനല്ലേ പടച്ചവനെ. ഇന്നക അൻതൽ അസീസുൽ ഹകീം. അതുകൊണ്ട് മക്കയിൽ ഒരു പ്രവാചകന്റെ സാന്നിധ്യം ആവശ്യമാണ്. എന്തിന്? അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഇങ്ങനെയുള്ള ഈ മഹാ അറിവാളനെ, ഇമാം ബൂസീരി പാടിപ്പുകഴ്ത്തിയ ഈ അറിവാളനെ അല്ലാഹു തആല ആ ജനതക്ക് നൽകി.
ആർക്ക്? നമുക്ക് നൽകി. മക്കക്കാർക്ക് മാത്രമല്ല, ഖിയാമം വരെ വരാൻ പോകുന്ന സർവ്വജനങ്ങൾക്കും അല്ലാഹു നൽകി. സർവ്വജനങ്ങൾക്കും അല്ലാഹു നൽകിയപ്പോ അല്ലാഹു തആല നമ്മളോട് പറയുന്നത് കണ്ടോ നിങ്ങൾ? ആ അനുഗ്രഹം അല്ലാഹു അങ്ങ് തന്നപ്പോ എന്നോടും നിങ്ങളോടും പടച്ച റബ്ബ് പറയുകയാണ്, ലഖദ് മന്നല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു, അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പടച്ച റബ്ബ് അനുഗ്രഹിച്ചിരിക്കുന്നു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരുടെ വേദനകൾ അറിയുന്ന, അവരുടെ വിചാരവികാരങ്ങൾ അറിയുന്ന, അവരുടെ സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരു പ്രവാചകനെ പറഞ്ഞയച്ചപ്പോൾ മുഅ്മിനീങ്ങളെ എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു അനുഗ്രഹിച്ചത്. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന, അവരെ സംസ്കരിക്കുന്ന, അവർക്ക് അല്ലാഹുവിന്റെ ആരുറപ്പുള്ള വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന ഒരാളെ അല്ലാഹു പറഞ്ഞയച്ചല്ലോ. അതാണ് സയ്യിദുൽ വജൂദ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തെ ഭേമസീലായ തുല്യതയില്ലാത്ത ആ അറിവാളൻ, ഏറ്റവും വലിയ പണ്ഡിതൻ, ആ ഹബീബിനെ നൽകിയത് വലിയ അനുഗ്രഹമാണ്. ഇതിന്റെ മുമ്പ് തീർച്ചയായും അവർ പിഴവിലായിരുന്നു. എന്തെല്ലാം ദുരാചാരങ്ങളിലായിരുന്നു അവരുണ്ടായിരുന്നത്. ആ സമൂഹത്തെ അതിൽ നിന്നൊക്കെ കരകയറ്റാൻ ആ മുത്തുനബിക്ക് സാധിച്ചല്ലോ. ആ മുത്തുനബിയെ പറഞ്ഞയച്ച് ഞാൻ ആ സമൂഹത്തെ എത്രമാത്രമാണ് അനുഗ്രഹിച്ചത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഇനി നോക്ക്, വഖദ് ഖുത്സിറ അലാ ദിക്രിഹി തംബീഹൻ അലാ അസ്വാലതിഹി വജലാലതി ഖദ്രിഹി, ഖുർആനിന്റെ മഹത്വം വിളിച്ചോതാൻ, ഖുർആനാണ് അടിസ്ഥാന ഗ്രന്ഥം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ തന്നെ പറയാൻ കാരണം. അല്ലമൽ ഖുർആൻ, ആ ഖുർആനിലുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഖുർആനിനോട് യോജിക്കുന്ന വിഷയങ്ങളെ മറ്റു ഗ്രന്ഥങ്ങളിലുള്ളൂ. ശാഖാപരമായ എതിർപ്പുകൾ ഉണ്ടാവാം, പക്ഷേ അടിസ്ഥാനപരമായി ഖുർആനിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഖുർആനാണ് അടിസ്ഥാന ഗ്രന്ഥം. ആ ഖുർആൻ അതിവിടെ എന്നൊന്നും നിലനിൽക്കാനുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, സൂറത്തു തക്വീറിന്റെ 81-ാം അധ്യായത്തിലെ 18-ാം വചനം, സൂറത്തു തക്വീറിൽ അല്ലാഹ് പറഞ്ഞത് കാണാം, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഈ വിഷയങ്ങൾ നമ്മൾ എങ്ങനെ പറഞ്ഞാലും തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിഷയങ്ങൾ എവിടെയും എത്താതെ ഇടക്ക് വെച്ച് നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, പിന്മാറിക്കളയുന്ന, മാഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ സാക്ഷിയാണ്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ്, ഇരുട്ട് മൂടിക്കിടക്കുന്ന രാത്രി സാക്ഷിയാണ്. വസ്സുബ്ഹി ഇദാ തനഫസ്, പൊട്ടിവിടരുന്ന പ്രഭാതം സാക്ഷിയാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായിട്ടും ഈ ഖുർആൻ മാന്യനായ റസൂലിന്റെ ദൂതന്റെ വചനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്ത വചനങ്ങളാണെന്നർത്ഥം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇത് പ്രഖ്യാപിക്കാൻ അല്ലാഹ് സത്യം ചെയ്തത് കണ്ടോ? ആദ്യം നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ അത് മാഞ്ഞു പോകും. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ്, അത് ആദ്യകാലത്തിറങ്ങിയ മെഴുകുതിരിവട്ടങ്ങളായ മറ്റു ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ആ പറയുന്നത്. മെഴുകുതിരിവട്ടം കാണിക്കാൻ അവർക്കൊക്കെ കഴിഞ്ഞിരുന്നു, എന്നാൽ പൂർണ്ണമായ വെളിച്ചം ലോകത്തേക്ക് കാണിച്ചത് ഖുർആനാണ്. ആ മെഴുകുതിരിവട്ടങ്ങളൊക്കെ അണഞ്ഞു പോയതിൻ്റെ ശേഷം വല്ലൈലി ഇദാ അസ്അസ്, അന്ധമായ ഒരു കൂരിരുട്ടായിരുന്നു ഇവിടെ. അതാണ് ഫത്രത്തിന്റെ യുഗം. ഫത്രത്തിന്റെ യുഗം അങ്ങനെ കൂരിരുട്ടിൽ നിൽക്കുമ്പോഴാണ് വസ്സുബ്ഹി ഇദാ തനഫസ്, നക്ഷത്രങ്ങളൊക്കെ അങ്ങ് അസ്തമിച്ച് കുറേ നേരം ഇരുട്ട് മൂടിക്കിടന്നു. പിന്നെ നേരം പുലരുമ്പോൾ സൂര്യൻ അങ്ങ് ഉദിക്കുകയാണ്. ഇതാണ് ഖുർആൻ. അതുദിച്ചതോടുകൂടെ പിന്നെ ലോകത്തിന്റെ ഒരു മുക്കിലും മൂലയിലും ഇരുട്ടില്ല, അന്ധകാരമില്ല, എല്ലായിടത്തും പ്രഭയാണ്, എല്ലായിടത്തും അതിൻ്റെ വെളിച്ചം എത്തിയിട്ടുണ്ട്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇത് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. ദാമത്ത് ലദൈനാ ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ
മിനൻ നബിയ്യീന ഇദ് ജാഅത് വലം തദുമി മൗലായ ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ദാമത്തിലദൈന. ആ വചനങ്ങൾ ഇന്നും നമ്മുടെ അടുത്ത് നിലനിൽക്കുകയാണ്. ഇമാം ബൂസീരി ഖുർആനിനെ കുറിച്ച് പാടിയതാ ഖസീദത്തുൽ ബുർദയിൽ ദാമത്തിലദൈന, അത് ഇന്നും നമുക്കിടയിലുണ്ട്. ആ ഖുർആനിന്റെ ഒരു വചനം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ദാമത്തിലദൈന ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീൻ, എല്ലാ നബിമാരുടെ മുഅ്ജിസത്തിന്റെയും ഒരു പടി മുകളിലാണ് അതുള്ളത്. ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീൻ ഇദ് ജാഅത് വലം തദുമി. കാരണം മറ്റമ്പിയാക്കളുടെ വേദഗ്രന്ഥങ്ങളും അവരുടെ അമാനുഷിക കഴിവുകളുമൊക്കെ അത് ഈ ലോകത്തേക്ക് ഉദയം കൊണ്ടു. ഇദ് ജാഅത്, അത് വന്നിരുന്നു. വലം തദുമി, അതിനിവിടെ നിത്യപ്രതിഷ്ഠ നേടാൻ കഴിഞ്ഞില്ല. അത് വന്നതുപോലെ അങ്ങ് പോയി. എന്നാൽ ഖുർആൻ ദാമത്തിലദൈന ഇന്നും നമ്മിൽ നിലനിൽക്കുകയാണ്. എത്ര നല്ല വിഷയങ്ങളാണ് ആ പറഞ്ഞത്. അപ്പൊ ഖുർആൻ വന്നതോടുകൂടെ ഇനി ഒരൊറ്റ കുട്ടിക്കും ഇവിടെ കൺഫ്യൂഷൻസ് ബാക്കി നിൽക്കുന്നില്ല. ആശയക്കുഴപ്പങ്ങളുണ്ടോ? ഇല്ല. എല്ലാം വ്യക്തമായ രൂപത്തില് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഹക്കമാതും ഫമാ യുബ്ഖീന മിൻ ശുബഹി ലിദി ശിഖാകിൻ വമാ യബ്ഗീന മിൻ ഹകമി. സുവ്യക്തമായ വചനങ്ങളാണ് ഒരു എതിരാളിക്കും. മിൻ ശുബഹി ഫമാ യുബ്ഖീന മിൻ ശുബഹി, ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും കൺഫ്യൂഷൻസും അത് ബാക്കി വെച്ചിട്ടില്ല. എല്ലാം വ്യക്തമായി പറഞ്ഞു പോയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. എന്നല്ല ലിദി ശിഖാക്കിന്റെ ഒരു എതിരാളിക്കും വമാ യബ്ഗീന മിൻ ഹകമി. ആ ഖുർആൻ മുന്നോട്ട് വെച്ച ഒരു വിഷയം, ആ വിഷയം തെളിയിക്കാൻ വാദപ്രതിവാദം നടത്തിയ ഒരു മധ്യസ്ഥനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത രൂപത്തിൽ വളരെ വ്യക്തമായി കിടക്കുകയാണ് ഖുർആനിലെ വചനങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഇതാണ് അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. ഖലഖൽ ഇൻസാൻ, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലഖൽ ഇൻസാൻ, അതേക്കുറിച്ച് ഇന്ന് പറയുന്നില്ല. കാരണം നാളത്തെ വിഷയമാണത്. നാളത്തെ വിഷയമാണ് മനുഷ്യഭൂത ഉൽപ്പത്തി. അതാ നാളെ. എവിടുന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, എവിടുന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചത്, അതാണ് ഇനി നാളെ വരാൻ പോകുന്നത്. അപ്പൊ അത് വിശദമായിട്ട് പറയാൻ പോകുന്നത് കൊണ്ട് തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഖലഖൽ ഇൻസാൻ, മനുഷ്യരെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാൻ. എന്നിട്ടോ അല്ലമഹുൽ ബയാൻ, അവന് സ്ഫുടമായ ഭാഷ പഠിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ. എന്താ ബയാൻ? ബയാൻ പഠിപ്പിച്ചു. തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റൊരാളോട് സ്ഫുടമായ ഭാഷയിൽ അക്ഷരമാലകളെ കൊണ്ട് സംസാരിക്കുക. ഇതിനാ ബയാൻ എന്ന് പറയാം. മൃഗങ്ങൾക്കും അല്ലാഹു തആല ഏത് നൽകിയിട്ടുണ്ട്? തൻ്റെ വികാരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശക്തി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പശു അമ്മ, ആ പശു അമ്മ ഒന്ന് കരഞ്ഞാൽ, ഒരു പ്രത്യേക സൗണ്ട് ഇട്ടാൽ കുഞ്ഞിന് മനസ്സിലാകുന്നത് എന്തിനാണ്. കോഴിയമ്മ ഒരു പ്രത്യേക സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഓടിക്കോ, ഒളിച്ചോ, വന്നോ, തീറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അറിയിക്കാൻ വേണ്ടി കോഴിയമ്മ മക്കൾക്ക് ചില സിഗ്നലുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഓടിച്ചെല്ലുന്നത് നമ്മൾ കാണും. അപ്പോൾ ഭാഷ എന്ന് പറഞ്ഞാൽ ഇതല്ല. തൻ്റെ മനസ്സിലുള്ള വികാരങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ചില ശബ്ദങ്ങൾ മാത്രമല്ല ഭാഷ. മറിച്ച് എന്താണോ മനസ്സിലുള്ളത്, ആ മനസ്സിലുള്ളത് കൃത്യമായി വിവരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഭാഷാശൈലി, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ചത്. അല്ലമഹുൽ ബയാൻ. അതുകൊണ്ടാണ് ബയാനിന് മഹാന്മാർ വ്യാഖ്യാനം നൽകിയാൽ കലാമുൽ ഫസീഹുൽ മുഅ്ബിറു അമ്മാ ഫിൽ ളമീർ, മനസ്സിലുള്ള ആശയങ്ങൾ പുറത്തറിയിക്കുന്ന സ്ഫുടമായ സംസാരം, ഇതാണ് ബയാൻ. അല്ലമഹുൽ ബയാൻ. അപ്പം മനുഷ്യർക്ക് ഭാഷ പഠിപ്പിച്ചത് അല്ലാഹുവാണ്. അതും ആ മനുഷ്യരെ, എന്തുകൊണ്ടാണ് അല്ലാഹു മനുഷ്യർക്ക് ഭാഷ പഠിപ്പിച്ചത്? മനുഷ്യരെ അല്ലാഹു ഏറ്റവും കൂടുതൽ ആദരിച്ച വിഭാഗമാണ്. വലക്കത് കറംനാ ബനീ ആദം, അതിൻ്റെ ഭാഗമാണ്. മനുഷ്യർക്ക് കുറേ ദുഅഫുകളുണ്ട്, മനുഷ്യർക്ക് കുറേ ദൗർബല്യങ്ങളുണ്ട്. ആ വീക്ക്നെസ്സുകൾ പരിഹരിക്കാനാണ് അല്ലാഹു ഭാഷ നൽകിയത്. കണ്ടോ നിങ്ങൾ, കിട്ടുന്നത് തിന്നുക, അതുപോലെ തന്നെ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ അങ്ങനെ മുന്നോട്ട് ജീവിതം തള്ളി നീക്കുക. ഇങ്ങനെയാണ് മൃഗങ്ങളുടെ അവസ്ഥയെങ്കിൽ, മാത്രമല്ല
തണുപ്പും ചൂടും അകറ്റാൻ ഒരു പരിധിവരെ അള്ളാഹു തന്നെ നൽകിയ അവയുടെ ശരീരത്തിലുള്ള രോമങ്ങൾക്കും അവയുടെ കട്ടിയുള്ള തൊലികൾക്കും സാധ്യമാണെങ്കിൽ അവർക്ക് ഉടുമുണ്ടിന്റെ പ്രശ്നമുദിക്കുന്നില്ല, പുതപ്പിന്റെ പ്രശ്നമുദിക്കുന്നില്ല. ഭാഷയുടെ പ്രശ്നം വരുന്നത് അവിടെയാണ്. മനുഷ്യൻ ലഈഫാകുമ്പോഴാണ്. അല്ലാഹു പറഞ്ഞു ഖുലിഖൽ ഇൻസാനു ലഈഫാ, മനുഷ്യനെ ദുർബലനായിട്ടാണ് പടച്ചിരിക്കുന്നത്. തൻ്റെ മനസ്സകത്തുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞെങ്കിലേ ഇവന്റെ പോരായ്മ പരിഹരിക്കാൻ കഴിയൂ. ഒരു മനുഷ്യന് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ മറ്റു മൃഗങ്ങൾക്കൊരു പരിധിവരെ ഇത് കഴിയും. കോഴിക്കൊരു പരിധിവരെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയാം, കുറുക്കനൊരു പരിധിവരെ പറയാം, ആനക്കൊരു പരിധിവരെ പറയാം, മൃഗങ്ങൾക്കൊരു പരിധിവരെ പറയാം. എന്നാൽ നോക്കൂ നിങ്ങൾ, മനുഷ്യനിത് കഴിയില്ല. ഉടുക്കാൻ മുണ്ട്, കഴിക്കാൻ ഭക്ഷണം, കുടിക്കാൻ വെള്ളം, ഇങ്ങനെ പലതരങ്ങളിലുള്ള ആവശ്യങ്ങളിലേക്ക് അവനെ പിടിച്ചു വലിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ അവൻ്റെ ദൗർബല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക്, വിവിധ ദേശക്കാർക്ക് വിവിധ ഭാഷകൾ എന്നല്ല അക്ഷരമാലകൾ കൂട്ടിവെച്ച് സംസാരിക്കാൻ മനുഷ്യരെ അള്ളാഹു പഠിപ്പിച്ചു. കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാനും വാദപ്രതിവാദങ്ങൾ നടത്താനും ഇതിനൊക്കെ മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ. അള്ളാഹു തആല പറഞ്ഞു ആ ഭാഷകൾ തന്നെ വ്യത്യസ്ത രൂപങ്ങളിലും നൽകി. വമിന്നായാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. മാത്രമല്ല നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യം, നിങ്ങളുടെ രൂപങ്ങളുടെ വൈവിധ്യം, നിങ്ങളുടെ കളറുകളുടെ വൈവിധ്യം. വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. ഭാഷകളുടെ വൈവിധ്യം. കാരണം ഓരോ ആളുകളെയും അവന്റെ നാക്കിൽ നിന്ന് വരുന്ന ഭാഷ നോക്കിയിട്ട് പറയാൻ കഴിയും അവൻ ഏത് നാട്ടുകാരനാണ് എന്നല്ലേ. നമ്മളെ നാട്ടിൽ വന്നിട്ട് തമിഴന്മാരെന്തെങ്കിലും വികൃതി കാട്ടിയാൽ, എന്തോ വേണ്ടാത്തരം കാട്ടി പിടികൂടി അയാൾ തമിഴനാണ് എന്നറിയിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നടക്കില്ല. അയാളുടെ ഭാഷ വിളിച്ചു പറയും ഇയാൾ ഏത് നാട്ടുകാരനാണ്. വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ വിവിധ വർഗങ്ങളാക്കിയത്, വിവിധ കുടുംബങ്ങൾ മാത്രമല്ല, ശുഊബ പല തരക്കാരാക്കി, പല വിഭാഗങ്ങളാക്കി. എന്തിനെ നിങ്ങളെ മാറ്റിയത്? തഅറഫൂ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. അപ്പോൾ ഒരു സുഡാനിക്ക് വന്ന് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവൻ്റെ കളറ് പറയും അത്, അവൻ്റെ ഭാഷ പറയും അത്. അതേ രൂപത്തിൽ ഫിലിപ്പൈൻസിന് വന്നിട്ട് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. ഫിലിപ്പൈൻസിനെ കണ്ടാൽ ഇവിടെ നമ്മളെ നാട്ടിൽ വെച്ച് കണ്ടാലും നമുക്ക് പറയാൻ കഴിയും ഇവൻ ഫിലിപ്പൈൻസിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാ. പറയാൻ കഴിയില്ലേ? ഇന്തോനേഷ്യക്കാരൻ്റെ മൂക്കും ചുണ്ടും കണ്ടാൽ നമുക്ക് പറയാൻ കഴിയും ഇന്തോനേഷ്യക്കാരനാണ്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. ഇംഗ്ലീഷുകാരൻ്റെ വെള്ള നിറം വിളിച്ചു പറയും, അവൻ്റെ ഭാഷ ഇംഗ്ലീഷ് വിളിച്ചു പറയും ഇവൻ ഇംഗ്ലീഷുകാരനാണ്. ഇങ്ങനെ പോവുകയാണത്, നീണ്ടുപോവുകയാണ്. മാത്രമല്ല വഖ്തിലാഫു അൽസിനതികും എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളുടെ ഭാഷയുടെ വൈവിധ്യം എന്ന് മാത്രമല്ല, അൽസിനത്തിന് നാക്ക് എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. നാക്കുകളുടെ വൈവിധ്യം